كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. ഫിർഔന്റെ ആളുകളുടെയും അവർക്ക് മുമ്പുണ്ടായിരുന്ന സത്യനിഷേധികളുടെയും ഗതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർ നമ്മുടെ സൂക്തങ്ങളെ കളവാക്കി. അങ്ങനെ പാപകൃത്യങ്ങൾ ചെയ്തതിനാൽ അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. പ്രവാചക, നിന്റെ സന്ദേശം കൈക്കൊള്ളാൻ കൂട്ടാക്കാത്തവരോട് പറയുക, നിങ്ങൾ ഉടനെ പരാജയപ്പെടും, നരകവായിലേക്ക് തെളിക്കപ്പെടുകയും ചെയ്യും. നരകം എത്ര ദുഷിച്ച സങ്കേതം. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. ബദറിൽ പരസ്പരം ഏറ്റുമുട്ടിയ രണ്ടു കൂട്ടങ്ങളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ടായിരുന്നു. ഒരു കൂട്ടം ദൈവിക സരണിയിൽ പൊരുതുകയായിരുന്നു, മറ്റേത് നിഷേധിക്കൂട്ടമായിരുന്നു. നിഷേധിക്കൂട്ടം വിശ്വാസികളുടെ രണ്ടിരട്ടിയുള്ളതായി നോക്കുന്നവരൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു അവന്റെ വിജയവും സഹായവും അവനിച്ഛിക്കുന്നവർക്കരുളുന്നു എന്നത്രേ അനന്തരഫലം തെളിയിച്ചത്. ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ മഹത്തായ പാഠമുണ്ട്. യഥാർത്ഥ അന്തരം 3 ഇരട്ടിയായിരുന്നുവെങ്കിലും നിഷേധികളുടെ സൈന്യം മുസ്ലിങ്ങളുടെ 2 ഇരട്ടിയുണ്ടെന്ന് ഒരു പൊതുനിരീക്ഷകന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുമായിരുന്നു. ഇതാണ് നിഷേധിക്കൂട്ടം വിശ്വാസികളുടെ 2 ഇരട്ടിയുള്ളതായി നോക്കുന്നവരൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം. ഇതിന്റെ അവതരണത്തോടടുത്ത കാലത്താണ് ബദർ യുദ്ധം നടന്നത്. അതിന്റെ അനുഭവങ്ങളിലേക്കും അനന്തരഫലങ്ങളിലേക്കും ചൂണ്ടി മുസ്ലിങ്ങളെ ബോധവാന്മാരാക്കുകയാണിവിടെ. ഈ യുദ്ധത്തിന്റെ ഗുണപാഠങ്ങളിൽ 3 സംഗതികൾ സവിശേഷം ശ്രദ്ധേയങ്ങളാണ്. 1. വിശ്വാസികളും അവിശ്വാസികളും യുദ്ധക്കളത്തിലിറങ്ങിയ ഘട്ടത്തിൽ ഇരുവിഭാഗത്തിന്റെയും നിലപാടുകൾ അവർ തമ്മിലുള്ള ധാർമ്മികാന്തരത്തെ വ്യക്തമായും പ്രകടിപ്പിച്ചിരുന്നു. അവിശ്വാസികളുടെ സൈന്യത്തിൽ മദ്യപാനം തകൃതിയായി നടക്കുന്നു. ഗാനനൃത്തങ്ങൾക്കായി യുവസുന്ദരികളായ അടിമ സ്ത്രീകളെ കൂടെ കൊണ്ടുവന്നിരുന്നു. അവിശ്വാസികൾ മതോന്മത്തരായ ആഡംബര ജീവിതത്തിൽ ആറാടുന്നു. മറുവശത്ത് മുസ്ലിം സൈന്യത്തിൽ അല്ലാഹുവോടുള്ള ഭയഭക്തി, അങ്ങേയറ്റത്തെ ആത്മനിയന്ത്രണം, ഉത്കൃഷ്ടമായ ധാർമ്മിക നിലവാരം, നമസ്കാരം, നോമ്പ്, ദൈവകീർത്തനം, പ്രാർത്ഥന എന്നിവയൊക്കെയാണ് സർവത്ര ദൃശ്യമായിരുന്നത്. ഇരുസേനയെയും വീക്ഷിച്ചുകൊണ്ട് അവരിൽ ഏത് വിഭാഗമാണ് സത്യമാർഗത്തിൽ സമരം നടത്തുന്നതെന്ന് ആർക്കും അനായാസം ഗ്രഹിക്കാമായിരുന്നു. 2. മുസ്ലിങ്ങൾ സംഖ്യാബലം വളരെ കുറഞ്ഞവരും യുദ്ധസാമഗ്രികൾ കൈവശമില്ലാത്തവരുമായിരുന്നു. എന്നിട്ടും തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി സംഖ്യാബലമുള്ള മെച്ചമായ യുദ്ധസാമഗ്രികൾ കൈവശമുള്ള മഹാസൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. അല്ലാഹുവിന്റെ സഹായവും പിന്തുണയും മുസ്ലിങ്ങൾക്കാണ് ലഭിച്ചിരുന്നതെന്നതിന് ഇത് വ്യക്തമായൊരു തെളിവായിരുന്നു. 3. അല്ലാഹുവിന്റെ അജയ്യമായ ശക്തിയെക്കുറിച്ച് അശ്രദ്ധരായി സ്വന്തം ഭൗതികോപകരണങ്ങളിലും ആൾബലത്തിലും മതിമറന്നു പോകുന്ന ജനങ്ങൾക്ക് ഈ സംഭവം ഒരു ചുട്ട താക്കീതായിരുന്നു. ദരിദ്രരും നിരാലംബരുമായ അഭയാർത്ഥികളും മദീനയിലെ കൃഷിക്കാരുമടങ്ങിയ ഒരു ചെറു സംഘമാണ് ഖുറൈശികളെപ്പോലൊരു പ്രബല ഗോത്രത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തീർച്ചയായും ശരിയായ ഗുണപാഠമുണ്ട്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സ്ത്രീകൾ,
സന്താനങ്ങൾ, കനകത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാകുന്നു. വാസ്തവത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പാർപ്പിടം അല്ലാഹുവിങ്കലത്രേ. قُلْ أَأُنَبِّئُكُم بِخَيْرٍ مِّن ذَلِكُمْ لِلَّذِينَ اتَّقَوْا عِندَ رَبِّهِمْ جَنَّاتٌ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. പറയുക, ഇതിനേക്കാൾ ഉത്തമമായതെന്തെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? ദൈവഭക്തിയുടെ പാത സ്വീകരിക്കുന്നവർക്ക് അവരുടെ നാഥങ്കൽ ആരാമങ്ങളുണ്ട്. അതിനു കീഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർക്കവിടെ ശാശ്വത ജീവിതം ലഭിക്കുന്നതാകുന്നു. പരിശുദ്ധകളായ തരുണികൾ അവർക്ക് സഹധർമ്മിണിമാരായിട്ടുണ്ടായിരിക്കും. അവർ അല്ലാഹുവിന്റെ പ്രീതിയാൽ ധന്യരാകും. അല്ലാഹു അവന്റെ ദാസന്മാരുടെ നടപടികൾ ആഴത്തിൽ വീക്ഷിക്കുന്നവനല്ലോ. അല്ലാഹു അവന്റെ ദാസന്മാരുടെ നടപടികൾ ആഴത്തിൽ വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം അവൻ ആർക്കും അബദ്ധത്തിൽ അസ്ഥാനത്ത് ഔദാര്യം ചെയ്യുകയല്ല എന്നാണ്. അടിമകളുടെ ഉദ്ദേശ്യങ്ങളും കർമ്മങ്ങളും അവൻ നല്ല പോലെ അറിയുന്നു. തന്റെ സമ്മാനത്തിന് അർഹരായവരും അല്ലാത്തവരും ആരെന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ അവരോട് പെരുമാറുന്നത്. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ഭക്തന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു: നാഥ, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളേണമേ. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. ഇത്തരം ദൈവഭക്തന്മാർ ക്ഷമാശീലരാകുന്നു, സത്യസന്ധരാകുന്നു, വിനയാന്യുതരാകുന്നു, ഉദാരമതികളാകുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നവരുമാകുന്നു. അവർ സത്യമാർഗത്തിൽ അചഞ്ചലരും സ്ഥിരചിത്തരുമാണ്. നാശനഷ്ടങ്ങളോ അപകടങ്ങളോ സംഭവിച്ചതിന്റെ പേരിൽ അവർ ഒരിക്കലും ധൈര്യക്ഷയം കാണിക്കയില്ല. പരാജയത്തിൽ നിരാശപ്പെടുകയില്ല. ഭൗതിക ലാഭം മോഹിച്ച് സത്യമാർഗത്തിൽ നിന്ന് വഴുതിപ്പോവുകയുമില്ല. സത്യത്തിന്റെ വിജയത്തിന് പ്രത്യക്ഷത്തിൽ ഒരു സാധ്യതയും കാണാതിരിക്കുന്ന അവസ്ഥയിലും അവർ സത്യത്തെ മുറുകെ പിടിച്ചു നിൽക്കും. സൂറത്തുൽ ബഖറ 45 സൂക്തത്തിന്റെ വിശദീകരണത്തിലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത് ഓർക്കുക. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. താനല്ലാതെ ദൈവമില്ലെന്ന് അല്ലാഹു സ്വയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അജയ്യനും അഭിജ്ഞനുമായ അവനല്ലാതെ സത്യത്തിൽ ഒരു ദൈവവുമില്ലെന്ന് മലക്കുകളും ജ്ഞാനികളൊക്കെയും നീതിപൂർവം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മുഴുവൻ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളും നേരിട്ടറിയുന്ന, അഖില ചരാചരങ്ങളെയും നേരിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ആകാശഭൂമികളിലെ യാതൊരു വസ്തുവും അദൃശ്യമല്ലാത്ത അല്ലാഹുവിന്റെ സാക്ഷ്യമാണിത്. അവനേക്കാൾ വിശ്വാസയോഗ്യനായ മറ്റൊരു സാക്ഷിയുമില്ലല്ലോ. അല്ലാഹുവിന്റെ ഏകസത്തയല്ലാതെ ദൈവിക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന, ദിവ്യാധികാരങ്ങൾ ആർജിച്ചിട്ടുള്ള, ദൈവികമായ അവകാശങ്ങൾക്ക് അർഹമായ മറ്റൊരസ്തിത്വവും പ്രപഞ്ചത്തിലില്ല എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹുവിന് ശേഷം ഏറ്റവുമധികം വിശ്വാസയോഗ്യമായ സാക്ഷ്യം മലക്കുകളുടേതാണ്. കാരണം അവരാണ് പ്രപഞ്ചമാകുന്ന യന്ത്രശാലയുടെ നടത്തിപ്പുകാർ. തങ്ങളുടെ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അവരും സാക്ഷ്യം വഹിക്കുന്നു.
ഈ യന്ത്രശാലയിൽ അള്ളാഹു ഒഴികെ മറ്റാരുടെയും ആജ്ഞ നടക്കുന്നില്ലെന്ന്, ആകാശഭൂമികളുടെ നിയന്ത്രണത്തിൽ തങ്ങൾക്ക് വിധിവിലക്കുകൾ ചോദിക്കാൻ അവനല്ലാതെ മറ്റൊരസ്തിത്വവുമില്ലെന്ന്. ഇതിനു പുറമെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അല്പമോ അധികമോ ജ്ഞാനം ലഭിച്ചിട്ടുള്ള എല്ലാ മഹത്തുക്കളും മനുഷ്യാരംഭം മുതൽ ഇന്നോളം ഐക്യകണ്ഠ്യേന സാക്ഷ്യം വഹിക്കുന്നു, ഒരേ ഒരു അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും നിയന്താവുമെന്ന്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമാ ഇഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും ومن يكفر بآيات الله فإن الله سريع الحساب. അള്ളാഹുവിങ്കൽ ദീൻ ഇസ്ലാം മാത്രമാകുന്നു. വേദം ലഭിച്ചവർ ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ച് ഭിന്നമാർഗങ്ങൾ സ്വീകരിച്ചതിന്റെ കാരണം ജ്ഞാനം അവതരിച്ചു കിട്ടിയിട്ടും അവർ പരസ്പരം പോരിനൊരുമ്പെട്ടതു മാത്രമാകുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കാൻ വിസമ്മതിക്കുന്നവരെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിന് ഏറെ സമയമൊന്നും വേണ്ട തന്നെ. അള്ളാഹുവിങ്കൽ മനുഷ്യന് ഒരേയൊരു ജീവിത വ്യവസ്ഥിതി മാത്രമാണ് ശരിയും ന്യായവുമായിട്ടുള്ളത്. അള്ളാഹുവിനെ ഉടമസ്ഥനും രക്ഷിതാവും ആരാധ്യനുമായി അംഗീകരിച്ച് അവന്റെ അടിമത്തത്തിലും അനുസരണത്തിലും ആരാധനയിലും സ്വയം അർപ്പിതനാവുക എന്നതാണത്. അവന് ആജ്ഞാനുവർത്തിയായി വാഴേണ്ടതെങ്ങനെയാണെന്നത് സ്വയം നിരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു തന്റെ ദൂതന്മാർ മുഖേന അയച്ച സന്മാർഗത്തെ ഒരുവിധ ഏറ്റക്കുറവും വരുത്താതെ അനുഗമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുമാത്രമാണ് ശരിയും യുക്തവുമായിട്ടുള്ളത്. ഈ ജീവിത വ്യവസ്ഥിതിക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തന്റെ സൃഷ്ടികളും പ്രജകളുമായ മനുഷ്യർക്ക് ഇസ്ലാമാകുന്ന ഈ വ്യവസ്ഥയല്ലാതെ മറ്റൊന്നും അള്ളാഹു അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. മനുഷ്യൻ വിഡ്ഢിത്തം കാരണമായി നിരീശ്വരത്വം തൊട്ട് ബിംബാരാധന വരെ ഏത് വിശ്വാസവും ആചാരക്രമങ്ങളും അംഗീകരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രപഞ്ചാധിപനായ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അതെല്ലാം തനി രാജ്യദ്രോഹം മാത്രമാണ്. വ്യത്യസ്ത കാലദേശങ്ങളിൽ നിയുക്തരായ ദൈവദൂതന്മാരുടെയെല്ലാം ദീൻ ഇസ്ലാം മാത്രമായിരുന്നു. വിവിധ ഭാഷകളിൽ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ എല്ലാ വേദഗ്രന്ഥങ്ങളും ഇതേ ഇസ്ലാമിനെയാണ് പ്രകാശനം ചെയ്തിരുന്നത്. ഈ സത്യദീനിനെ മാറ്റിമറിച്ചുകൊണ്ട് നിരവധി മതങ്ങൾ ഇന്ന് ജനസമുദായത്തിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ജനങ്ങൾ അന്യായമായ അവകാശങ്ങളും അനർഹമായ ലാഭങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിച്ചു എന്നതു മാത്രമാണ്. അതിനായി സ്വേച്ഛാനുസാരം സത്യദീനിന്റെ ആദർശ വിശ്വാസങ്ങളും അനുഷ്ഠാനമുറകളും അവർ മാറ്റിമറിച്ചു. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. ഇനി നിന്നോടവർ തർക്കിക്കുന്നുവെങ്കിൽ പറയുക, ഞാനും എന്റെ അനുയായികളും ദൈവസമക്ഷം സർവം സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് വേദക്കാരോടും വേദക്കാരല്ലാത്തവരോടും ചോദിക്കുക, നിങ്ങളും അവനോട് അനുസരണവും അടിമത്തവും സ്വീകരിച്ചുവോ? സ്വീകരിച്ചുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു. പുറംതിരിഞ്ഞു കളയുന്നുവെങ്കിലോ അപ്പോൾ അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ മാത്രമേ നിനക്ക് ബാധ്യതയുള്ളൂ. ശേഷം അള്ളാഹു തന്നെ അവന്റെ അടിമകളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവനത്രേ. അസ്ലംതും എന്ന വാക്യത്തിന്റെ സാരം മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ ഗ്രഹിക്കാം: ഞാനും എന്റെ അനുയായികളും അള്ളാഹുവിന്റെ സാക്ഷാൽ ദീനായ ഇസ്ലാമിൽ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങളുടെ പൂർവികന്മാർ കൂട്ടിച്ചേർത്ത വ്യാഖ്യാനങ്ങളും അനുബന്ധങ്ങളും വിട്ട് ഈ സത്യദീനിലേക്ക് വരാൻ സന്നദ്ധരാണോ?